ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ്. എൻ്റെ പേര് അതുൽ ഗംഗാധരൻ. നമ്മളിന്നിവിടെ പുതിയൊരു ടോപ്പിക് ആരംഭിക്കുകയാണല്ലേ. LD ക്ലർക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അക്കാഡമീസിൽ കോഴ്സ് പർച്ചേസ് ചെയ്തവരാണ് നിങ്ങളെല്ലാവരും. മറ്റെല്ലാ ടോപ്പിക്കും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നെന്താണ് നമ്മുടെ സിലബസിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് മുതൽ ചർച്ച ചെയ്ത് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ആ ടോപ്പിക്ക്? നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലേ. എന്താണ്? കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് പറയാം? കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണല്ലേ. നമ്മളിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് മലയാളത്തിലായിരിക്കും, കാരണം നമ്മുടെ എക്സാം ഏതാണ്? LD ക്ലർക്ക് എക്സാം ആണല്ലേ. LD ക്ലർക്ക് എക്സാം ആണ് നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ളത്. സോ LD ക്ലർക്ക് എക്സാം എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ മലയാളത്തിലാണ്, കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത് മലയാളത്തിലാണ്. സോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളം തന്നെയായിരിക്കും. ഇനി സപ്പോസ് ഇംഗ്ലീഷ് യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. സോ മനസ്സിലായല്ലോ എന്താണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമെന്ന് ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് മെല്ലെ സിലബസിലേക്കൊന്ന് പോകാം അല്ലേ. കേരള ഭരണവും ഭരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് എന്താണ് നമുക്ക് 5 മാർക്ക് നേടിത്തരാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി എന്താണ് പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങളൊക്കെ വന്നത് വെച്ചിട്ട് അടുത്തിടെ നടന്ന യൂണിവേഴ്സിറ്റി എക്സാം ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷ, ഈ ഒരു ടോപ്പിക്ക് വരുന്ന മറ്റു പരീക്ഷകളായി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താണ് നമ്മൾ പഠിപ്പിച്ച ആ ഒരു പാറ്റേൺ തന്നെയാണ് ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കോൺഫിഡൻസോട് കൂടെ തന്നെയാണ് പറയുന്നത് നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ചോദ്യങ്ങളായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ചത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. സോ അതുപോലെ നമ്മൾ എന്താണ് ഇനി ഞാനും നിങ്ങളും മുന്നോട്ടേക്ക് റെഡിയായിട്ട് പോവുകയാണ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഏതാണ്ട് ഒരു 20-25 ക്ലാസ്സുകളോടുകൂടി എന്താണ് കംപ്ലീറ്റ് ആക്കിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകും. ഓക്കെ, അതിൻ്റെ ആദ്യ പടിയാണ് നമ്മളിന്ന് വഹിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ആദ്യം ഒന്ന് സിലബസ് ജസ്റ്റ് ഒന്ന് അനാലിസ് ചെയ്യാം. എന്തൊക്കെയാണ് സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് നമുക്ക് അറിയാം അല്ലേ. അല്ലാതെ സിലബസ് ഒന്നും അറിയാതെ നമ്മൾ ചാടിക്കയറി പഠിച്ചിട്ട് കാര്യമില്ല. സോ സിലബസിൽ എന്തൊക്കെയാണ് പറയുന്നത്? കേരളത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി ആദ്യം പറയുന്നത്. കേരളത്തെക്കുറിച്ച് എന്താണ്? സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലേ. എന്താണ്? സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ പരീക്ഷകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രിലിംസും ഉണ്ടായിരുന്നു, അതുപോലെ മെയിൻസും ഉണ്ടായിരുന്നു. 2 ഘട്ട പരീക്ഷയാണ്. ബട്ട് ഈ ഒരു LD ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ട് 2 ഘട്ടമില്ല, സിംഗിൾ സ്റ്റേജ് ആണ് പരീക്ഷ വരുന്നത്. ബട്ട് എന്താണ് സിലബസും കാര്യമായുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരുന്നെങ്കിൽ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാം ആണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല. ബട്ട് എങ്കിൽ പോലും അതിന്റെ സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രിലിംസിന് നമുക്ക് വേറെ രീതിയിൽ തന്നെയാണ് ടോപ്പിക് തന്നത്. എന്തായിരുന്നു? സിവിക്സ് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് ഇതിൽ പല ടോപ്പിക്കും സംസ്ഥാന സിവിൽ സർവീസ് ആ ഒരു സിവിക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് സംസ്ഥാന സിവിൽ സർവീസ് മാത്രം പഠിച്ചാൽ പോരെ എന്ന് നമ്മളോട് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ UPSC ഒക്കെ വരുന്ന ആ ഒരു കാര്യം കൂടെ നമ്മളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അഖിലേന്ത്യാ സർവീസും അതുപോലെ തന്നെ കേന്ദ്ര സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മളോട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രിലിംസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിവിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സംസ്ഥാന സിവിൽ സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെയും സംസ്ഥാന സിവിൽ സർവീസ് മാത്രമേ നമ്മളോട് പഠിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ പഠിച്ച് നമ്മൾ സമയം കളയുന്നില്ല. നമ്മളോട് ഓൾ ഇന്ത്യ സർവീസ് പഠിക്കണമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർ എടുത്തു പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സിവിക്സിന്റെ സിലബസിൽ, അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, മുന്നേ ബാച്ചുകൾ ആ രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ എന്താണ് സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി പറയുന്നത് അല്ലെ. അതാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. സംസ്ഥാന സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് അതിന്റെ തുടക്കം കുറച്ച് കാര്യങ്ങൾ പറയും, എന്നിട്ട് നെക്സ്റ്റ് ഒരു ക്ലാസ്സോട് കൂടെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ തരുന്നില്ല. സോ അത് കഴിഞ്ഞാൽ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് അത് കഴിഞ്ഞാൽ പഠിക്കാനുള്ളത്. നമ്മുടെ കേരള PSC പോലെയുള്ള സ്ഥാപനങ്ങളിലെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ബോഡീസ് ആയിരിക്കും അല്ലെ. ആ ബോഡീസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് കൃത്യമായിട്ടൊരു ആർട്ടിക്കിളും ഉണ്ടാവും. നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വരുന്നില്ലേ, ഏതാണ്?
ആർട്ടിക്കിൾ 315. അതുപോലെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ വരുന്നുണ്ട്. സോ ഇത്തരത്തിൽ ആർട്ടിക്കിൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ബോഡീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് രണ്ടാമത് പഠിക്കാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം എന്താണ് മറ്റുള്ള കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അതുപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കമ്മീഷൻസ് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഭരണഘടനാപരമായിട്ട് രൂപീകരിച്ചതല്ല, പാർലമെന്റിന്റെ ഏതെങ്കിലും നിയമത്താലോ ആ രീതിയിൽ രൂപീകരിച്ച ബോഡികൾ ഒരുപാട് വരുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിന്റെ സോഷ്യോ എക്കണോമിക് ഡീറ്റെയിൽസ് ആണ്, പ്ലാനിംഗ് ഒക്കെ അടങ്ങുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ടോപ്പിക്കൊക്കെ ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റി, അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ കുറിച്ചും പഠിക്കാനുണ്ട്. അതിപ്പം സെൻട്രൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഒരുപാട് ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനുശേഷം എന്താണ് തണ്ണീർത്തട സംരക്ഷണമാണ്, അല്ലെ, വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്ന് പറയും. എന്താണ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്ന് പറയും. ആ ഒരു തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളം കൊണ്ടുവന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം എന്താണ് തൊഴിലും ജോലിയും. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും തൊഴിലും ജോലിയും ഒന്നല്ല എന്ന രീതിയിലൊക്കെ വിചാരിക്കും. തൊഴിലും ജോലിയും ഒന്നല്ല. തൊഴിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ആ ഒരു നിലവാരം, നിലവിൽ എന്താണ് അവസ്ഥ, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്തിട്ട് പോകാനുണ്ട്. അതിനുശേഷം ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഗവൺമെന്റ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വെല്ലുവിളി മറികടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത്തരത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ ഭൂപരിഷ്കരണങ്ങൾ, നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിന്റെ ഫോർമേഷൻ തൊട്ടിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലാൻഡ് റീഫോംസ്. ആ ഒരു ലാൻഡ് റീഫോംസിന്റെ ചരിത്രം ഒരു കഥ പോലെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സൊക്കെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പോയിട്ടൊന്ന് കാണാം ആ ഒരു കാര്യങ്ങൾ. അതിലും കൂടുതൽ കാര്യങ്ങൾ മുൻപ് ഇപ്പോൾ അടുത്ത് വന്ന പരീക്ഷയ്ക്ക് നടന്ന ചോദ്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ക്ലാസ് ചെയ്യത്തുള്ളൂ. അതുപോലെ സ്ത്രീകള്, കുട്ടികൾ, മുതിർന്ന പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്കീംസ് വരുന്നുണ്ട്. സ്കീംസ് PSCയുടെ വീക്ക് പോയിന്റ് ആണ്. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരും. അതിപ്പോൾ സ്ത്രീകളായാലും കുട്ടികളായാലും മുതിർന്ന പൗരന്മാരായാലും ആ ഒരു ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ചോദ്യങ്ങൾ കറക്റ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഞാൻ അതുപോലെ എടുത്ത കാര്യങ്ങളായിരുന്നു. അതൊക്കെ അതുപോലെ തന്നെ ചോദ്യങ്ങൾ കണ്ട സമയത്ത് നമ്മൾ ഈ പഠിപ്പിച്ചിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് പഠിപ്പിച്ച അവസാനം അതേ ചോദ്യങ്ങൾ അതുപോലെ വരുന്ന സമയത്തുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചോദ്യ പേപ്പർ കിട്ടിയിട്ട് നിങ്ങൾ എന്താണ് അതേപോലെയുള്ള ചോദ്യങ്ങൾ അവസാനം അയച്ചു തരണം. അതാണ് എൻ്റെ ഈ ഒരു ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. സോ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്, കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവ് അല്ലെ മുന്നേ കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ. അതുപോലെ സാമൂഹ്യ ക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, ഇത്രയും കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ടോപ്പിക്കൊക്കെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-15ഓളം ടോപ്പിക് കാണാൻ വേണ്ടി സാധിക്കും. ബട്ട് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദ്യങ്ങളായിട്ട് വരുന്നുള്ളൂ. ഇൻ ഡെപ്തിലൊന്നും കാര്യങ്ങൾ വരുന്നില്ല. ബട്ട് ഫണ്ടമെന്റൽ ആയിട്ട് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പോൾ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിനെ കുറിച്ച് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്ത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ചാടിക്കയറി തുടങ്ങിയാന്ന് വിചാരിക്കരുത്. സിവിൽ സർവീസ് ആണ് ഇവിടെ ഓൾറെഡി കൊടുത്തത് കൊണ്ടാണ് ഞാൻ വേറൊരു ഹെഡിങ് ഒന്നും കൊടുക്കാതിരുന്നത്. സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളോട് ആദ്യം പറഞ്ഞിട്ടില്ല, അല്ലേ. അതിൽ സംസ്ഥാന സിവിൽ സർവീസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സിവിൽ സർവീസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കണം. ഓക്കെ, സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് നമുക്ക് ചാടി കയറിയിട്ട് ടോപ്പിക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഇന്ത്യൻ സിവിൽ സർവീസ്, അതിനെ ഡിവൈഡ് ചെയ്യുന്ന അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്, അതുപോലെ തന്നെ കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ആ ഒരു കാറ്റഗറി ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന രീതിയിൽ അറിയണം, അല്ലേ. ഇന്ത്യൻ സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക IAS ഓഫീസർ, IPS ഓഫീസർ, IFS ഓഫീസേഴ്സ് ഒക്കെയാണല്ലേ. ആ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വരുന്ന ഓഫീസേഴ്സിനാണ് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. ബട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു IAS ഓഫീസർ, IPS ഓഫീസേഴ്സ് മാത്രമല്ല, അവർക്ക് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇന്ത്യൻ സിവിൽ സർവീസസിന്റെ വിഭാഗമായിട്ടുള്ള അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ വരുന്നത്. അല്ലാതെ
കേന്ദ്ര സർവീസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ റെയിൽവേ ഉദ്യോഗസ്ഥർ, അതുപോലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥർ, അവരൊക്കെ എന്താണ്, അവരൊക്കെ കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥരാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. സെയിൽസ് ടാക്സ് ഓഫീസർ, KS ഓഫീസേഴ്സ്, അവരൊക്കെ എന്താണ്, അവരൊക്കെ സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥേഴ്സ് ആണല്ലേ, ഉദ്യോഗസ്ഥന്മാരാണ്. സോ ഇത്തരത്തിൽ എന്താണ്, ഇത്തരത്തിൽ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്, ആദ്യം പറയുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ത്യ ഗവൺമെന്റ് മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ ഗവൺമെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സർവൻസ് ആണ്. സോ അത്തരത്തിലൊരു സർവൻറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് അല്ലേ. സോ നിങ്ങൾ ഈ ഒരു LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് നിങ്ങൾ ഏത് സർവീസിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ സ്റ്റേറ്റ് സർവീസിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾ UPSC എക്സാം എഴുതിയിട്ട്, ഈ UPSC എക്സാം എഴുതിയിട്ട് നിങ്ങൾ IAS അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിലേക്കാണ് കയറുന്നെങ്കിൽ നിങ്ങൾ എന്താണ്, നേരിട്ട് നിങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത് ഓൾ ഇന്ത്യ സർവീസിലാണ്, അഖിലേന്ത്യാ സർവീസാണ്. അല്ലെങ്കിൽ മറ്റ് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട എക്സാം ഒക്കെ നിങ്ങൾ എഴുതിയിട്ട് RRBയുടെ എക്സാം ഒക്കെ എഴുതിയിട്ട് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് സെൻട്രൽ സർവീസിലേക്കാണ്, കേന്ദ്ര സർവീസിലേക്കാണ് പോകുന്നത്. സോ ഇതിനെല്ലാത്തിനും നമ്മൾ ചേർത്തിട്ട് എന്താണ്, ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന രീതിയിൽ പറയും അല്ലേ. സോ ഇന്ത്യൻ സിവിൽ സർവീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിന് 3 കാറ്റഗറീസ് വരുന്നുണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, അതുപോലെ സെൻട്രൽ സർവീസ്, അതുപോലെ സ്റ്റേറ്റ് സർവീസ്. അതിൽ സ്റ്റേറ്റ് സർവീസിലേക്കുള്ള LD ക്ലർക്ക് എക്സാമിനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്. സോ ആ രീതിയിൽ തയ്യാറെടുക്കുന്ന സമയത്ത് ആദ്യം PSC ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ നിങ്ങൾ എന്താണ്, ഇങ്ങനെ എക്സാമിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എത്ര നദികളുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇവൻ ഒരു അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വന്ന വർഷവും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് ISRO മിഷൻസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡേറ്റ്, അത് അങ്ങ് എത്തിയ ഡേറ്റ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കാര്യമാണ്. ഇതൊക്കെ ജനറൽ നോളേജ് എന്ന രീതിയിൽ പൊതു വിവരങ്ങൾ നമുക്ക് ഉണ്ടോ, നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ടോ, ആ രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു സർവീസിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, നിങ്ങൾ ഈ ഒരു LD ക്ലർക്ക് പരീക്ഷ പാസ്സായിട്ട് ഗവൺമെന്റ് സർവീസിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. സോ ആ ഒരു ഗവൺമെന്റ് സർവീസിൽ നിങ്ങൾ കയറുന്ന സമയത്ത് ഗവൺമെന്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യവസ്ഥകളും കാര്യങ്ങളും ഉണ്ട്. അതായത് ഗവൺമെന്റ് സർവീസിൽ ഇരുന്നു കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല, അതുപോലെ ഇന്ന കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ശ്രദ്ധിക്കണം, അതുപോലെ ഇങ്ങനെയുള്ള നിബന്ധനകളുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. സോ അത് നിങ്ങൾ എന്താണ്, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആക്ച്വലി കേരള ഭരണവും ഭരണ സംവിധാനങ്ങളിലും ഫസ്റ്റ് ടോപ്പിക്കായിട്ട് തന്നെ സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് നൽകിയുള്ളത്. ഓക്കെ, സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ചിട്ട് അതിൻ്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടതും സേവനവുമായിട്ട് ബന്ധപ്പെട്ടതും വേതനവുമായിട്ട് ബന്ധപ്പെട്ട നിയമനം എന്ന് പറയുമ്പോൾ അപ്പോയിൻമെന്റ്, സേവനം എന്ന് പറയുമ്പോൾ സർവീസ്, വേതനം എന്ന് പറയുമ്പോൾ എന്താണ്, സാലറി ആണല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായുള്ള വിവരങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു വെച്ചോ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്ന രീതിയിലാണ് ഇങ്ങനൊരു ടോപ്പിക്ക് സിലബസിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മുടെ സ്റ്റേറ്റ് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ കാറ്റഗറി എന്തൊക്കെയുണ്ട്, ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്, ഏതൊക്കെ വകുപ്പുകൾ വരുന്നുണ്ട്, ഇതൊക്കെ നമുക്കിനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ക്ലിയർ ആണല്ലോ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഒരുപാട് റൂൾസും കാര്യങ്ങളുണ്ട്. റൂൾസും കാര്യങ്ങളും കണ്ട് പേടിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരും. നിങ്ങൾ ജസ്റ്റ് എന്താണ് ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ഞാൻ പറയുന്ന പാർട്ടും കാര്യങ്ങളും ഷെഡ്യൂള്, അതുപോലെ തന്നെ റൂൾസും കാര്യങ്ങളും ഏത് വർഷമാണ്, അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ കേന്ദ്ര സംസ്ഥാന സർവീസുകളിലെ സിവിൽ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം, സേവനം, വേതനം തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ക്രമീകരിക്കാൻ ആവശ്യമായുള്ള നിയമം കൊണ്ടുവരാൻ ഭരണഘടന എന്താണ്, പാർലമെന്റിനെയും സംസ്ഥാന നിയമസഭകളെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ റിക്രൂട്ട്മെന്റ് ചെയ്തു. ഓക്കെ, അതിപ്പോൾ നിങ്ങളെ തന്നെയാവും. നിങ്ങൾ LD ക്ലർക്ക് എക്സാം ചെയ്തിട്ട് നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നിയമനം, നിങ്ങളുടെ സേവനം, നിങ്ങളുടെ സാലറി, വേതനം പോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണ്? അത് സംസ്ഥാന നിയമസഭയ്ക്കാണ്, അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനാണെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇനി നിങ്ങൾ UPSC എക്സാം എഴുതിയ IAS ഓഫീസർ ആണെങ്കിൽ നിങ്ങളുടെ നിയമനം, നിങ്ങളുടെ സേവനം, നിങ്ങളുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള വ്യവസ്ഥകൾ ക്രമീകരിക്കാൻ ആവശ്യമുള്ള ഈ രീതിയിൽ നിയമനം, സേവനം, വേതനം തുടങ്ങിയ വ്യവസ്ഥകൾ ക്രമീകരിക്കാൻ ആവശ്യമുള്ള നിയമം കൊണ്ടുവരാൻ ആർക്കാണ് അധികാരം? അവിടെ കേരള ഗവൺമെന്റിനല്ല, അവിടെ പാർലമെന്റിനാണ് അവിടെ അധികാരം, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരം വരുന്നത്. ക്ലിയർ ആണല്ലോ? ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ്? കേന്ദ്ര സംസ്ഥാന സർവീസുകളിലെ സിവിൽ ഉദ്യോഗസ്ഥന്മാരുടെ
നിയമനം, സേവനം, വേതനം. നിയമനം അപ്പോയിൻമെന്റ് ആണ്, സേവനം എന്ന് പറയുന്ന സർവീസ് ആണ്, വേതനം എന്ന് പറയുന്ന സാലറിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ക്രമീകരിക്കാനുള്ള നിയമം ആർക്കാണ് കൊണ്ടുവരാനുള്ള അധികാരം? ഒരു വ്യക്തിക്കൊന്നുമല്ല. അതിപ്പോൾ യൂണിയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ സർവീസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് അധികാരം പാർലമെന്റും. ഇനി സംസ്ഥാന നിയമസഭകളിൽ LD ക്ലർക്ക് പോലെയുള്ള എക്സാംസ് അല്ലെങ്കിൽ KS പോലെയുള്ള ഓഫീസേഴ്സ് അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ നിയമന, സേവന, വേതന ചട്ടങ്ങൾ ക്രമീകരിക്കുന്ന ആരാണ്? അത് സംസ്ഥാന നിയമസഭയുമാണ്. ഇത് ഭരണഘടന ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞു അല്ലേ? ഭരണഘടന ചുമതലപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താണ് ഭരണഘടനയിൽ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആർട്ടിക്കിളും കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനയുടെ ഭാഗം 14. നമുക്കറിയാം ഭരണഘടനയിൽ 25 ഭാഗങ്ങളും 12 ഷെഡ്യൂളും 400-ലധികം ആർട്ടിക്കിളും ഉണ്ട് അല്ലേ? 400-ലധികം ആർട്ടിക്കിളും 106 അമെൻമെന്റും കാര്യങ്ങളും നിലവിലുണ്ട്. ആസ് ഓഫ് 2024 ജനുവരി മാസത്തിൽ നമ്മൾ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതിൽ 25 ഭാഗങ്ങളിൽ 14-ാമത്തെ ഭാഗത്തിൽ ആർട്ടിക്കിൾ 308 തൊട്ടിട്ട് 314 വരെയാണ് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിവയുള്ള വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ഭരണഘടനയുടെ ഭാഗം 14 ആർട്ടിക്കിൾ 308 തൊട്ടിട്ട് 315 വരെ, 314 വരെ, 315 പിന്നെ UPSCയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണല്ലേ. ഓരോ ആർട്ടിക്കിൾ നമ്മൾ പറയും, ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഇത്തരത്തിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് അതാണ്. സോ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ IAS പോലുള്ള കാര്യങ്ങൾ. ഇനി കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥര്, അതുപോലെ സംസ്ഥാന സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങളല്ലേ. സോ അതിന്റെ വ്യവസ്ഥകൾ എന്താണ്? ആർട്ടിക്കിൾ 308 തൊട്ടിട്ട് 314 വരെ പ്രതിപാദിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും എന്താണ്? വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പം സെൻട്രൽ ഗവൺമെന്റ് ആവും, വിവിധ സ്റ്റേറ്റിലെ ഗവൺമെന്റ് ആവും. സോ ഇത്തരത്തിൽ ഗവൺമെന്റിനെ സേവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലേ. പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഒരു KS ഓഫീസേഴ്സ് എന്തിനാണ്? ജനങ്ങളുടെ ഡെവലപ്മെന്റും കാര്യങ്ങൾക്കാണ് അവിടെ ഇരിക്കുന്നത്. വില്ലേജ് ഓഫീസറായിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആ ഒരു വില്ലേജിലെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നത്. പോലീസായിട്ട് നിങ്ങളൊരു SI അല്ലെങ്കിൽ കോൺസ്റ്റബിൾ ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ക്രമസമാധാന ചുമതലകളാണ്. അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? പൊതുജനത്തെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഇന്ത്യയിലെ എല്ലാവിധ ഉദ്യോഗസ്ഥരും, അതിപ്പം പോലീസ് ആവാം, IAS ഓഫീസേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ LD ക്ലർക്ക് ആവാം, LGS ആവാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആവാം, എല്ലാവരും ചേരുന്ന ആ ഒരു വിഭാഗത്തെ നമ്മൾ എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന രീതിയിൽ പറയാം അല്ലേ. നമുക്ക് LD ക്ലർക്ക് കയറി കഴിഞ്ഞ അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണെന്ന് നമുക്ക് അഭിമാനത്തോടെ അവിടെ പറയാൻ വേണ്ടി സാധിക്കുമല്ലോ. നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ബട്ട് അവിടെ എന്ത് പറയാൻ വേണ്ടി സാധിക്കത്തില്ല? അഖിലേന്ത്യാ സർവീസിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസിന്റെ ഭാഗമാണെന്ന് നമുക്കൊരിക്കലും ഈ പറയുന്ന LD ക്ലർക്ക് കയറി കഴിഞ്ഞാൽ പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ബട്ട് മറിച്ച് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? നമ്മുടെ സ്റ്റേറ്റ് സർവീസിന്റെ ഭാഗമാണ്, സംസ്ഥാന സർവീസിന്റെ ഭാഗമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്ന ദിനം എന്നാണെന്ന് അറിയാമോ? ഏപ്രിൽ 21-ാം തീയതിയാണ് നമ്മൾ ഇന്ത്യയിലെ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ്? ഏപ്രിൽ 21-ാം തീയതിയാണ് ഇന്ത്യയിലെ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. കാരണം അദ്ദേഹമാണ് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഇന്ത്യക്കാരെ കൂടെ പരിഗണിച്ചിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ടേക്ക് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തത് കോൺവാലിസ് പ്രഭുവാണ്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ്, നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഓൾ ഇന്ത്യ സർവീസ് അല്ലേ, അതായത് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട IAS ഓഫീസ് അതുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ വരും? ഓൾ ഇന്ത്യ സർവീസ് വരും, സെൻട്രൽ സർവീസ് വരും, അതുപോലെ സ്റ്റേറ്റ് സർവീസ് വരും. അതിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു. ഇനി ഓൾ ഇന്ത്യ സർവീസ് നമ്മുടെ IAS ഓഫീസേഴ്സ് പോലെയുള്ള ആളുകൾ അല്ലേ. സോ അതിന്റെ പിതാവ് എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ഓർത്തു വെക്കണം. ഇനി ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലേ, മൊത്തത്തിൽ നിങ്ങൾ എന്താണ് LD ക്ലർക്കായിട്ട് കയറിയാൽ എന്തിന്റെ ഭാഗമാണ്? LD ക്ലർക്ക് ആയാലും IAS ഓഫീസേഴ്സ് ആയാലും KS ഓഫീസേഴ്സ് ആയാലും എല്ലാവരും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു. ആദ്യത്തെ ഭാഗമാണ് ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, അഖിലേന്ത്യാ സർവീസ് അല്ലേ. ഇതെവിടെയാണ് തിരഞ്ഞെടുക്കുന്നത്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഉണ്ടല്ലോ, ഏതാണെന്ന് അറിയാമോ? നമ്മുടെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പും കാര്യങ്ങളും
ചെയ്യുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് അതുപോലുള്ള വിഭാഗങ്ങൾ എന്തിന് എക്സാമ്പിളാണ്? ഓൾ ഇന്ത്യ സർവീസിന് എക്സാമ്പിളാണ്. ഇനി എന്താണ്? കേന്ദ്ര സർവീസ് അല്ലെ, സെൻട്രൽ സർവീസാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസ്, റെയിൽവേ സർവീസ് അതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി എന്താണ്? റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോഡി, SSC അതുപോലുള്ള സ്ഥാപനങ്ങൾ എന്താണ്? ഇതിന്റെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ എന്താണ്? നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ കൊടുത്ത കാര്യം ഇതാണ്, സ്റ്റേറ്റ് സിവിൽ സർവീസ് ആണ്. സോ സംസ്ഥാന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് അതത് സ്റ്റേറ്റ് PSC ആണ്. കേരളത്തിനാണെങ്കിൽ കേരള PSC, അതുപോലെ തമിഴ്നാടുവിൻ്റെ ആണെങ്കിൽ TNPSC, അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ജോയിന്റ് ആയിട്ട് വരും അല്ലെ, അതിന് നമ്മൾ JPSC എന്ന് പറയും, ജോയിന്റ് PSC എന്ന രീതിയിൽ പറയാം. ജോയിന്റ് PSCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിപ്പോൾ ജോയിന്റ് PSC ആയാലും സ്റ്റേറ്റ് PSC ആയാലും ഏത് കാര്യങ്ങളിലും അതിന് ചെയർമാനെയും അംഗങ്ങളെ റിമൂവ് ചെയ്യാനുള്ള, പുറത്താക്കാനുള്ള അധികാരം വരുന്നത് പ്രസിഡന്റിന് മാത്രമാണ്. സ്റ്റേറ്റ് PSC ആണെങ്കിൽ അവരെ നിയമിക്കാനുള്ള അധികാരം വരുന്നത് ഗവർണർക്കും, ജോയിന്റ് PSC ആണെങ്കിൽ നിയമിക്കാനും പുറത്താക്കാനുള്ള അധികാരം വരുന്നത് പ്രസിഡന്റിനുമാണ്. ഓക്കെ, അതൊക്കെ പൊളിറ്റി ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സംസ്ഥാന സിവിൽ സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്താണ്? സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമനങ്ങൾ വരുന്നത്. അതായത് കേരള PSC LD ക്ലർക്ക് എക്സാം എന്തിലേക്കാണ് നടത്തുന്നത്? സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് PSC എന്ന രീതിയിൽ കേരള PSC നടത്തുന്നത്. ആ രീതിയിൽ നിന്ന് ഓർത്തു വെക്കണം. സോ നമ്മുടെ സിലബസിലെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത്ര നേരം പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. യഥാർത്ഥ ക്ലാസ്സിലേക്ക്, യഥാർത്ഥ പോയിന്റിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. സോ എന്താണ്? കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. കേരള സ്റ്റേറ്റ് സംസ്ഥാന സിവിൽ സർവീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കേരള PSCക്ക് ഒരിക്കലും തമിഴ്നാട് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കത്തില്ല. സോ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. സോ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ LD ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഓരോരുത്തരും കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിന്റെ ഭാഗമാണ്. സോ ഒരു സംസ്ഥാനം, നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, ചീഫ് സെക്രട്ടറിയുടെ പേര് പറയാനുള്ള കാരണം എന്താണ്? കേരളം എന്ന് പറയുന്ന സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദം വരുന്നുണ്ടല്ലോ, ബ്യൂറോക്രസി എന്ന് പറയും. ഓക്കെ, ഉദ്യോഗസ്ഥ വൃന്ദം വരുന്നുണ്ട്. ആ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ള വ്യക്തിയാണ് ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പറയും. ചീഫ് സെക്രട്ടറി, കളക്ടറെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്, ബേസിക് ആയിട്ട് പറയാനുണ്ട്. സോ ഇത്തരത്തിൽ പറയുന്ന സമയത്ത് എന്താണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോരോ സംസ്ഥാനത്തിലും ഉണ്ടാവും. കേരളത്തിനും ഉണ്ട് അല്ലെ. കേരളത്തിന് നിലവിൽ ഡോക്ടർ വേണു വി ആണ് നമ്മുടെ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയുടെ പേരുകൾ പരീക്ഷയിൽ കാണാറില്ല, കറണ്ട് അഫയേഴ്സ് ലിങ്ക് ആയിട്ട് ചോദ്യങ്ങൾ കാണാറില്ല. ചോദ്യങ്ങൾ ഇനിയും വരും. സോ നമ്മൾ ചർച്ച ചെയ്യും ആ ഒരു കാര്യങ്ങൾ. മുന്നേ നടന്ന അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ്. ചീഫ് സെക്രട്ടറി തലവനായിക്കൊണ്ടെന്നാണ് മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കൂടെ നമുക്ക് ചീഫ് സെക്രട്ടറിയെ പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. പലപ്പോഴും എന്താണ് പത്രസമ്മേളനത്തിലൊക്കെ ചീഫ് സെക്രട്ടറി ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. ആ രീതിയിൽ നമ്മൾ നോക്കുമെന്നാണ് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്. നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്. അവിടെ എന്താണ്? അവിടെ ചീഫ് സെക്രട്ടറി വരുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ അണ്ടറിലായിട്ട് ഒരുപാട് അണ്ടർ സെക്രട്ടറിമാർ, അതുപോലെ അഡീഷണൽ സെക്രട്ടറി, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ, അതിന് താഴെയായിട്ട് മറ്റു വിഭാഗങ്ങൾ, അങ്ങനെ താഴെ എത്തിയിട്ട് നമ്മൾ നോക്കുമെന്നാണ് LD ക്ലർക്ക്, LGS, അതുപോലെ എന്താണ് ആ ഒരു ഹൈറാർക്കി പോലെ ഇങ്ങനെ കാര്യങ്ങൾ വരികയാണല്ലേ. മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ കാര്യങ്ങൾ വരികയാണ്. സോ ഇതൊക്കെ ചേർന്ന് തന്നെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റേറ്റ് സിവിൽ സർവീസിനെ തന്നെ, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ തന്നെ നമുക്ക് 4 കാറ്റഗറികളായിട്ട് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ് ആ കാറ്റഗറികൾ എന്നറിയാമോ? കാറ്റഗറികൾ എന്ന് പറയുന്നത് ക്ലാസ് 1 അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ക്ലാസ് A എന്ന പേരിൽ വിളിക്കും. അതുപോലെ ക്ലാസ് 2 അല്ലെങ്കിൽ ക്ലാസ് B എന്ന പേരിൽ വിളിക്കും. അതൊരു ഗ്രൂപ്പ് ആവട്ടെ. എന്തിനാണ് ഗ്രൂപ്പ് ആക്കിയെന്ന് പിന്നെ പറഞ്ഞുതരാം. നെക്സ്റ്റ് എന്താണ്? ക്ലാസ് 3 ആണല്ലേ. ക്ലാസ് 3 അല്ലെങ്കിൽ ക്ലാസ് C എന്ന രീതിയിൽ വിളിക്കാം. അതുപോലെ എന്താണ്? ക്ലാസ് 4 അല്ലെങ്കിൽ ക്ലാസ് D എന്ന പേരിൽ നമുക്ക് വിളിക്കാം. സോ ഇത്തരത്തിൽ എന്താണ്? ഇത്തരത്തിൽ 4 കാറ്റഗറികളായിട്ട് നമ്മൾ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ ഡിവൈഡ് ചെയ്തു അല്ലേ. ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇതൊക്കെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കാറ്റഗറിയിലാണ്. സംസ്ഥാന സർവീസുകൾ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നീ 4 കാറ്റഗറികളായിട്ട് തിരിച്ചു. അല്ലെങ്കിൽ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D എന്ന രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇതിനെ ഞാൻ 2 ബോക്സിൽ ക്ലാസ് A, ക്ലാസ് B വേറെയും ക്ലാസ് C, ക്ലാസ് Dയും വേറെ ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്ലാസ് A, ക്ലാസ് B അല്ലെങ്കിൽ ക്ലാസ് 1, ക്ലാസ് 2 ഉദ്യോഗസ്ഥരെ നമ്മളൊരു പേരിൽ വിളിക്കും. എന്താണ്?
ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ നമ്മൾ വിളിക്കും. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ നമ്മൾ ഈ വരുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കും. എന്താണ്? ഗസറ്റഡ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി അല്ലെങ്കിൽ ക്ലാസ് 3, ക്ലാസ് 4 എന്തായിരിക്കും? നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെ നോൺ ഗസറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റാഫുകളായിരിക്കും. എന്താണ് ഈ ഗസറ്റഡും നോൺ ഗസറ്റഡും നമ്മളെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ നിങ്ങളെ അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് +2ൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി അഡ്മിഷനൊക്കെ പോകുന്ന സമയത്ത് +2യുടെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? അറ്റസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എവിടെയാണ് പോവുക? അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ തേടി പോവാറില്ലേ? ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ പച്ചമഷി പെൻ ഉപയോഗിക്കുന്ന ആളുകളെ തേടി നിങ്ങൾ പോവാറില്ലേ? അതെന്തിനാണ്? അത് ആ ഒരു പച്ചമഷി പെൻ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് കമ്പയർ ടു നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അവരുടെ പേരും വിവരങ്ങളും എന്താണ്? പ്രൊമോഷൻ ആയാലും അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾക്കായിട്ട് അവരുടെ പേരും കാര്യങ്ങളും ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. അതാണ് അവരുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അധികമായിട്ട് ഒരുപാട് അധികാരങ്ങളും കാര്യങ്ങളും പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞതുപോലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിന് നമ്മൾ 4ആയിട്ട് തരംതിരിച്ചു. ക്ലാസ് എ അല്ലെങ്കിൽ ക്ലാസ് 1, ക്ലാസ് ബി അല്ലെങ്കിൽ ക്ലാസ് 2, അതുപോലെ ക്ലാസ് സി അല്ലെങ്കിൽ ക്ലാസ് 3, ക്ലാസ് ഡി അല്ലെങ്കിൽ ക്ലാസ് 4. അതിനെ തന്നെ എന്താണ്? 2 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു അല്ലെ? ക്ലാസ് എ, ക്ലാസ് ബി നമ്മൾ ഗസറ്റഡ് എന്നും, ക്ലാസ് 3, ക്ലാസ് 4 അല്ലെങ്കിൽ ക്ലാസ് സി, ക്ലാസ് ഡി നമ്മൾ എന്താണ്? നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്ന രീതിയിലും തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവരെന്താണ്? സബോർഡിനേറ്റ്സ് എന്ന രീതിയിലൊക്കെ, സബോർഡിനേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന രീതിയിലൊക്കെ കാറ്റഗറീസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്ലൈഡിൽ നോക്കിയിട്ട് പറയാം. ഇത്രയും കാറ്റഗറീസ് വ്യത്യാസങ്ങൾ മനസ്സിലായാലോ? ബാക്കിയുള്ള നമുക്ക് സ്ലൈഡിൽ പറയാം. സോ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിന് പ്രധാനമായിട്ട് 2 രീതിയിൽ തരംതിരിച്ചു. ഒന്ന് സ്റ്റേറ്റ് സർവീസും മറ്റൊന്ന് സബോർഡിനേറ്റ് സർവീസും. എന്താണ് ഈ സ്റ്റേറ്റ് സർവീസ്, എന്താണ് ഈ സബോർഡിനേറ്റ് സർവീസ് പറഞ്ഞിട്ടില്ലാലോ എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മളിപ്പോൾ പറഞ്ഞ ക്ലാസ് എ, ക്ലാസ് ബി, അതായത് ക്ലാസ് 1, ക്ലാസ് 2, അതുപോലെ ക്ലാസ് സി, ക്ലാസ് ഡി അല്ലെങ്കിൽ ക്ലാസ് 3, ക്ലാസ് 4 ഇത് തന്നെയാണ്. ക്ലാസ് എ, ക്ലാസ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് സർവീസും, ഗസറ്റഡ് ഓഫീസേഴ്സ് പറഞ്ഞില്ലേ അത് സ്റ്റേറ്റ് സർവീസും, അതുപോലെ ക്ലാസ് സി, ക്ലാസ് ഡി നോൺ ഗസറ്റഡ് പറഞ്ഞല്ലോ അത് സബോർഡിനേറ്റ് സർവീസുമാണ്. അത്രയേ വ്യത്യാസമുള്ളൂ. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ 4 ഓപ്ഷൻ തരും. എന്നിട്ട് അതിൽ ഏതാണ് ഗസറ്റഡ് സർവീസ് അല്ലെങ്കിൽ ഏതാണ് നോൺ ഗസറ്റഡ് സർവീസ് അല്ലെങ്കിൽ ഏതാണ് സബോർഡിനേറ്റ് സർവീസ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റ് സർവീസും വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ സ്ലൈഡിൽ ആഡ് ചെയ്യേണ്ട എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കാതിരുന്നത്. കുറച്ച് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്. സോ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം. സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർ എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ മാത്രമാണ് വരുന്നത്. നേരത്തെ നമ്മൾ നമ്മുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ ഗവൺമെന്റ് സർവീസ്, അതുപോലെ സ്റ്റേറ്റ് സർവീസ് പറഞ്ഞു അല്ലെ? അതിൽ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് അതത് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ മാത്രമാണ് അവർ വരുന്നത്. സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർ എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ മാത്രമാണ് വരുന്നത്. അവർ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതിപ്പോൾ ജനറൽ ആവാം, ഫങ്ഷണൽ ആവാം, ടെക്നിക്കൽ ആവാം. ആ രീതിയിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും ഓരോരോ റിക്വയർമെന്റ് ഉണ്ടാവും അല്ലെ? അതിനാൽ അനുസരിച്ചിട്ട് ജനറൽ കാറ്റഗറി വരാറുണ്ട്, ടെക്നിക്കൽ എക്സാമും കാര്യങ്ങളും നടക്കാറില്ലേ? ആ ഒരു സംഭവം തന്നെയാണ് ഫംഗ്ഷൻ. അതുപോലുള്ള വിവിധ വകുപ്പുകളിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നുണ്ട്. അതത് സംസ്ഥാന സർക്കാരുകൾ അവരുടെ പബ്ലിക് സർവീസ് കമ്മീഷണർ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഏജൻസി വഴിയോ അവരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു. നിങ്ങൾ LD ക്ലർക്ക് ആവാൻ വേണ്ടി പോകുന്നത് ഏത് റിക്രൂട്ട്മെന്റ് ഏജൻസി വഴിയാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള PSC വഴിയാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ട് കയറാൻ വേണ്ടി പോകുന്നത് അല്ലേ? സോ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന, നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ് സർവീസിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാന സർവീസിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് എന്താണ്? അവിടെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്? ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ആ ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം വരുന്നത്. ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ, അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. സോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമായാണ് സംസ്ഥാന സർവീസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ? സോ ഈ പറയുന്ന സംസ്ഥാന സർവീസ് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തുമായിട്ടാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളാണ്. കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരളത്തിലെ സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അതിപ്പോൾ എന്തായി കഴിഞ്ഞാലും ഈവൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം ആയാൽ പോലും അത് ആരാണ് കണ്ടക്ടിങ് ഏജൻസി, റിക്രൂട്ട്മെന്റ് ഏജൻസി ആരാണ്? അത് കേരള PSC ആണല്ലേ? LD ക്ലർക്ക് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, SI ആയിക്കോട്ടെ, കോൺസ്റ്റബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിക്കോട്ടെ,
കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള റിക്രൂട്ട്മെന്റ്, അല്ലാതെയുള്ള ദേവസ്വം ബോർഡ് പോലെയുള്ള ബോർഡ്സും കാര്യങ്ങളും നടത്തുന്നുണ്ട്, ബോർഡ്സൊക്കെ നടത്തുന്നുണ്ട്, അല്ലാതെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കോമൺ ആയിട്ട് ആരാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള PSC ആണ് നടത്തുന്നത്. ക്ലിയർ ആണല്ലോ ഒത്തിരിയും കാര്യങ്ങൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വരുന്നുണ്ട്, കേരള സംസ്ഥാന സിവിൽ സർവീസുകൾ നമ്മൾ 4 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു അല്ലേ? ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, അല്ലെങ്കിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് ഡി എന്ന രീതിയിൽ പറഞ്ഞു അല്ലേ? ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്ന രീതിയിലോ, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 എന്ന രീതിയിലോ, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി എന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ആ രീതിയിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. കൂടാതെ സംസ്ഥാന സിവിൽ സർവീസുകളെ 2 വിഭാഗങ്ങളായിട്ട് ഉൾപ്പെടുത്തി അല്ലേ? എന്താണ്? ഒന്ന് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ, ഈ ഞാൻ ഇവിടെ പച്ച കൊടുത്തില്ലേ, ഗ്രീന് കൊടുത്തില്ലേ, അവരെന്താണ്? അവർ ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ പേര് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ അധികാരമുള്ള വിഭാഗങ്ങളാണ്. സോ അവരെന്താണ്? അവരെ സ്റ്റേറ്റ് സർവീസ് എന്ന രീതിയിൽ അവരെ വിളിക്കും. സ്റ്റേറ്റ് സർവീസ് എന്ന രീതിയിൽ അവരെ വിളിക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ കൊടുത്ത റെഡ് കൊടുത്ത എന്താണ്? അത് നോൺ ഗസറ്റഡ് ആണ്. നോൺ ഗസറ്റഡ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് അറിയപ്പെടുന്ന പേര് സബോർഡിനേറ്റ് സർവീസ് എന്നാണ്. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളത്. സബോർഡിനേറ്റ് സർവീസ് എന്ന രീതിയിലാണ് വിളിക്കുന്നത്. സോ കൂടാതെ സംസ്ഥാന സിവിൽ സർവീസിന് 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഗസറ്റഡ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസിൽ പെടുന്ന ആളുകൾ, നോൺ ഗസറ്റഡ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് സർവീസിൽ പെടുന്ന ആളുകൾ. ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യേണ്ട. ക്ലാസ് 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് എ, ക്ലാസ് 2 അല്ലെങ്കിൽ ഗ്രൂപ്പ് ബി അല്ലെങ്കിൽ ഗ്രൂപ്പ് 1 ആ രീതിയിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? സാധാരണയായിട്ട് ആ ഒരു സർവീസ് സാധാരണയായിട്ട് ഗസറ്റഡ് ആണ്. അതായത് സംസ്ഥാന സർവീസിലാണ്, സ്റ്റേറ്റ് സർവീസിലാണ് പെടുന്നത്. ഇനി ക്ലാസ് 3, ക്ലാസ് 4 അല്ലെങ്കിൽ ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി വരുന്നത് ഗസറ്റഡ് അല്ല. അവരെന്താണ്? സബോർഡിനേറ്റ് സർവീസിലാണ് വരുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. തെറ്റിപ്പോയത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ക്ലാസ് 1, ക്ലാസ് 2 എന്തിൽ പെടുന്നു? ഗസറ്റഡ് ഓഫീസേഴ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസിൽ വരുന്നു. ക്ലാസ് 3, ക്ലാസ് 4 എന്തിൽ വരുന്നു? സബോർഡിനേറ്റ് സർവീസിൽ വരുന്നു എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഗസറ്റഡ് ക്ലാസ്സിലെ അംഗങ്ങളുടെ നിയമനം, സ്ഥലം മാറ്റം, പ്രമോഷൻ, വിരമിക്കൽ എന്നിവയ്ക്കായിട്ട് ഗവൺമെന്റ് ഗസറ്റിൽ അവരുടെ പേരുകൾ പബ്ലിഷ് ചെയ്യും അല്ലെ? ഈ പറയുന്ന ഗസറ്റഡ് റാങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥരുടെ ക്ലാസ്, അതുപോലെ ക്ലാസ് ബി അല്ലെങ്കിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി അല്ലെങ്കിൽ ക്ലാസ് 1, ക്ലാസ് 2 ബന്ധപ്പെട്ട ആളുകളുടെ പേരെന്താണ്? ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും അല്ലെ? അവരുടെ പേരുകൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. എന്നാൽ നോൺ ഗസറ്റിൽ വരുന്ന സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ എന്താണ്? അത് ഈ പറയുന്നത് പോലെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നില്ല. കൂടാതെ ഗസറ്റഡ് ക്ലാസ്സിലെ അംഗങ്ങൾ നോൺ ഗസറ്റഡ് ക്ലാസ് അംഗങ്ങൾക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങളും വരുന്നുണ്ട്. ആ ഒരു പച്ചമഷി പിന്നെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഗസറ്റഡ് ക്ലാസ്സിലെ അംഗങ്ങളെ നമ്മൾ ഉദ്യോഗസ്ഥർ, ഓഫീസേഴ്സ് എന്ന പേരിലും, അല്ലാത്തവരെ നമ്മൾ എന്താണ്? ജീവനക്കാർ, എംപ്ലോയീസ് എന്ന പേരിലും വിളിക്കാറുണ്ട്. കേരള ജുഡീഷ്യൽ മിനിസ്റ്റർ സർവീസ് സബോർഡിനേറ്റ് സർവീസസിന്റെ ഉദാഹരണമാണ്. ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണം വരുന്നുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്റ്റേറ്റ് സർവീസ് പ്രീവിയസിൽ വന്ന ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. കേരള റവന്യൂ സർവീസ് സ്റ്റേറ്റ് സർവീസിലാണ് വരുന്നത്, നമ്മുടെ പച്ചമഷി. ഓക്കെ, കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്, കേരള ടൗൺ പ്ലാനിംഗ് സർവീസ്, കേരള ടൂറിസ്റ്റ് സർവീസ്, കേരള ട്രഷറി സർവീസ്, ഇതൊക്കെ പ്രീവിയസിൽ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കേരള അഗ്രികൾച്ചർ സർവീസ് ഉണ്ട്, അതുപോലെ കേരള അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് സർവീസ് ഉണ്ട്, കേരള അനിമൽ ഹസ്ബൻഡറി സർവീസ് ഉണ്ട്, അതുപോലെ കേരള ജുഡീഷ്യൽ സർവീസ് വരുന്നുണ്ട്, കേരള സിവിൽ സർവീസ് എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, കേരള സിവിൽ സപ്ലൈ സർവീസ് വരുന്നുണ്ട്, കേരള കോപ്പറേറ്റീവ് സർവീസ് വരുന്നുണ്ട്, അതുപോലെ കേരള ക്രാഫ്റ്റ്മാൻ ട്രെയിനിങ് സർവീസ് വരുന്നുണ്ട്, കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് വരുന്നുണ്ട്. കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് ആണ്, അല്ലാതെ ജുഡീഷ്യൽ മിനിസ്റ്റർ സർവീസ് അല്ല, അത് സബോർഡിനേറ്റിലാണ്, തെറ്റിപ്പോകരുത്. കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് വരുന്നുണ്ട്, കേരള ഡയറി ഡെവലപ്മെന്റ് സർവീസ് വരുന്നുണ്ട്, കേരള ഡ്രഗ് കൺട്രോൾ സർവീസ് വരുന്നുണ്ട്, കേരള എഞ്ചിനീയറിംഗ് സർവീസ്, കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സർവീസ്, കേരള ഫയർ സർവീസ്, കേരള ഫിഷറി സർവീസ്, കേരള ഫോറസ്റ്റ് സർവീസ്, കേരള ജനറൽ സർവീസ്, കേരള ജിയോളജി സർവീസ്, അങ്ങനെ തുടങ്ങിയിട്ട് കേരള ജയിൽ സർവീസ്, കേരള ലേബർ സർവീസ്, കേരള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് സർവീസ്, കേരള ലോട്ടറീസ് സർവീസ്, കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്, കേരള നാഷണൽ സേവിംഗ് സർവീസ്, അതുപോലെ കേരള സ്റ്റേഷനറി സർവീസ്, കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് സർവീസ്, കേരള ടൂറിസ്റ്റ് സർവീസ്, കേരള ടൗൺ പ്ലാനിംഗ് സർവീസ്, കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്, കേരള വെയ്റ്റ്സ് ആൻഡ് മെഷർ സർവീസ് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കാറ്റഗറീസ്, 50-ലധികം കാറ്റഗറീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ് സർവീസ് ആണ്. വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട്
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി സബോർഡിനേറ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് വന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ കൊടുത്തുള്ളൂ. ഇതല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കേരള പാർട്ട് ടൈം കണ്ടിൻജന്റ് സർവീസ് ചോദ്യം വന്നിട്ടുണ്ട്. കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ഏത് സർവീസിലാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. LGS. ഓക്കെ, അത് സബോർഡിനേറ്റ് സർവീസ് ആണ്, ഒരിക്കലും ഗസറ്റഡ് റാങ്ക് അല്ല. അതുപോലെ കേരള ജുഡീഷ്യൽ മിനിസ്റ്റർ സർവീസ്, ഇത് 2-3 തവണ വന്ന ചോദ്യമാണ്. സോ അതുകൂടാതെ കേരള അഗ്രികൾച്ചർ സബോർഡിനേറ്റ് സർവീസ്, നേരത്തെ കേരള അഗ്രികൾച്ചർ പറഞ്ഞിട്ടുണ്ട്, ബട്ട് അത് കേരള അഗ്രികൾച്ചർ സർവീസ് ആയിരുന്നു. കൂടുതൽ സബോർഡിനേറ്റ് കൂടെ വന്നാൽ എന്താണ്, സിമ്പിൾ ആണല്ലേ. കേരള അഗ്രികൾച്ചർ സബോർഡിനേറ്റ് സർവീസ്, കേരള അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ആൻഡ് സെയിൽ ടാക്സ് സബോർഡിനേറ്റ് സർവീസ്, കേരള ആനിമൽ ഹസ്ബൻഡറി സബോർഡിനേറ്റ് സർവീസ്. ഇത്തരത്തിൽ സബോർഡിനേറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഉണ്ടാവും. അല്ലാതെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെയുള്ള കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, അവിടെ സബോർഡിനേറ്റ് എന്ന് പറയുന്നില്ല. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിനുള്ള മറ്റ് എക്സാമ്പിളാണ് കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് പോലെ കേരള പാർട്ട് ടൈം കണ്ടിൻജന്റ് സർവീസ്, കേരള ജുഡീഷ്യൽ മിനിസ്റ്റർ സർവീസ്. സോ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. കൂടുതൽ കാര്യങ്ങൾ ഞാൻ സ്ലൈഡായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ PDF ഒക്കെ ആയിട്ട് തരാം. ബട്ട് ഇവിടെ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ സബോർഡിനേറ്റ് സർവീസ് എന്ന് പറഞ്ഞ് കൂടെ തരും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേരള സ്റ്റേറ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ, 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഒന്ന് സ്റ്റേറ്റ് സർവീസും മറ്റൊന്ന് സബോർഡിനേറ്റ് സർവീസുമാണ്. സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ ഗസറ്റഡ് റാങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥരാണല്ലേ. ഇവരെന്താണ്, ഇവർ ക്ലാസ് 1 അതുപോലെ ക്ലാസ് 2 ആളുകൾ, അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പ് A അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിയിലെ ആളുകൾ. അതുപോലെ സബോർഡിനേറ്റ് സർവീസ് എന്താണ്, നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ്, നോൺ ഗസറ്റഡ് ആളുകളാണ്. അവർ ക്ലാസ് 3 അല്ലെങ്കിൽ ക്ലാസ് 4, അതുപോലെ ഗ്രൂപ്പ് C ഗ്രൂപ്പ് ഡിയിലാണ് വരുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു, താഴെ തന്നവയിൽ ഏതാണ് സ്റ്റേറ്റ് സർവീസിൽ പെടുന്നതെന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തരും. അതിലൊന്നായിരിക്കും സ്റ്റേറ്റ് സർവീസ് വരുന്നത്. അല്ലെങ്കിൽ എന്താണ് താഴെ തന്നത് ഏതാണ് സബോർഡിനേറ്റ് സർവീസിൽ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചോദ്യമുണ്ട്. 2021 വന്നൊരു ചോദ്യം ഞാൻ വായിച്ചുതരാം. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതെന്ന് ചോദ്യം വന്നിട്ട് ഓപ്ഷൻ ഇതാണ്: കേരള ജുഡീഷ്യൽ മിനിസ്റ്റർ സർവീസ്, കേരള ട്രഷറി സർവീസ്, കേരള റവന്യൂ സർവീസ്, കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്. ഉത്തരം എന്താണ്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റർ സർവീസ് ആണല്ലേ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ തന്ന എക്സാമ്പിൾ എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇത് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. ഇത് മാത്രമേ വരൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മറ്റു കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കാര്യങ്ങൾ നൽകുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇതിന്റെ ഫണ്ടമെന്റൽ ആയുള്ള കാര്യമാണ്. അതും കണക്ഷൻ ഉണ്ടെന്നല്ല, ബട്ട് ഫണ്ടമെന്റൽ ആയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിൽ 2 കാറ്റഗറി ഉണ്ട്: സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റ് സർവീസും. സ്റ്റേറ്റ് സർവീസ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ക്ലാസ് 1 അല്ലെങ്കിൽ ക്ലാസ് 2 അല്ലെങ്കിൽ ക്ലാസ് A ക്ലാസ് ബിയിലായിരിക്കും നിങ്ങൾ വരുന്നത്. ഇനി സബോർഡിനേറ്റ് ആണെങ്കിൽ എന്താണ്? സബോർഡിനേറ്റ് ആണെങ്കിൽ നിങ്ങൾ വരുന്നത് നോൺ ഗസറ്റഡ് സർവീസിലാണ്. നോൺ ഗസറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ക്ലാസ് C അല്ലെങ്കിൽ ക്ലാസ് D ആ രീതിയിൽ ഗ്രൂപ്പ് C ഗ്രൂപ്പ് D ക്ലാസ് 3 ക്ലാസ് 4 എന്ന രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഞാൻ പറയുമ്പോൾ മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഈ ക്ലാസും ഗ്രൂപ്പും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ മാറിപ്പോയിട്ടേ തന്നെ നിങ്ങൾ ആ രീതിയിൽ ഇവിടെ നോക്കിയിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതിയ കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. സോ ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ LD ക്ലർക്കായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട, സർവീസിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം, ഈ ഒരു സർവീസിൽ നമ്മൾ ചേരുന്ന സർവീസിൽ എന്തൊക്കെ നിയമങ്ങളുണ്ടെന്നല്ലേ. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എന്താണ് ചെയ്യുക? വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ വാഹനത്തിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. സീറ്റ് ബെൽറ്റ് ഇടണം. അതുപോലെ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി പാടില്ല. 1 വേയിലൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ സീബ്ര ലൈനിൽ എന്താണ് നിർത്തി കൊടുക്കണം. അതുപോലെ തന്നെ റോഡിലെ ലൈൻസിനെയും കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് റൂൾസ് ഉണ്ടല്ലേ. സോ ആ ഒരു റൂൾസ് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടത്തുള്ളൂ. ലൈസൻസ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് തന്നെ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ടല്ലേ. അതേപോലെ തന്നെ LD ക്ലർക്ക് ആവാൻ വേണ്ടി പോകുന്ന സമയത്ത് PS എന്താണ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. നിയമന സേവന വേതന ചട്ടങ്ങൾ നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന രീതിയിൽ PSC നിങ്ങളൊന്ന് പരീക്ഷിക്കുകയാണ്. സോ അങ്ങനെ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കാര്യം കൂടെ നമ്മുടെ സിലബസിൽ ആഡ് ചെയ്തത്. എന്താണ് കാര്യം? നിയമന സേവന വേതന ചട്ടങ്ങളാണല്ലേ. നിയമന സേവന വേതന ചട്ടങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 309ാമത്തെ അനുച്ഛേദം, അതായത് പാർട്ട് 14 പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അവകാശമാർക്കാണ്. അത് കേരള ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 ഇതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ രീതിയിൽ
കേരള സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ നിയമന, അപ്പോയിന്റ്മെന്റ്, സേവന, സർവീസ്, വേതന, സാലറി, ആ രീതിയിലെ ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെന്റ് നൽകിയത്. അതെന്താണ്? ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 309 പ്രകാരമാണ്. അതുപോലെ പ്രസിഡന്റിനും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്കും യൂണിയന്റെയോ, സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ യൂണിയന്റെയും, ഗവർണർ ആണെങ്കിൽ സംസ്ഥാനത്തിന്റെയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ നിയമന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിലേക്ക് നിയമിക്കപ്പെടുന്ന ആരുടെയും റിക്രൂട്ട്മെന്റും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ യൂണിയൻ ആണെങ്കിൽ പ്രസിഡന്റിനും അതുപോലെ സ്റ്റേറ്റ് ആണെങ്കിൽ ഗവർണർക്കും മാറാൻ വേണ്ടിയുള്ള അധികാരമുണ്ട്. അത് പരീക്ഷയ്ക്കും ചോദ്യം വന്നിട്ടുണ്ട്. മുൻപ് വന്നൊരു ചോദ്യമാണ്. ഇവിടെ ഞാൻ യെല്ലോയിൽ കൊടുത്തൊക്കെ മുൻപ് വന്ന ചോദ്യമാണ്. ഇത്തരത്തില് യൂണിയന്റെ ആണെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവരുടെ നിയമനങ്ങളും ഇത്തരത്തിൽ വരുന്ന സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ആരാണെന്ന രീതിയിൽ മുൻപ് ചോദ്യം വന്നിട്ടുണ്ട്. അതാരാണ്? പ്രസിഡന്റാണ്. ആ ചോദ്യം വന്ന സമയത്ത് അവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന കാര്യം പ്രസിഡന്റാണ്, ഇന്ത്യൻ പ്രസിഡന്റ് എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 309 പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. നിങ്ങൾ കേരള PSCയിലേക്ക് കയറുന്നതിന് മുൻപ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളാണ്. എന്തൊക്കെ നിയമങ്ങളാണ്? ആദ്യം കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളിൽ കാര്യങ്ങൾ തുടങ്ങുന്നു. കേരള സ്റ്റേറ്റ് ആൻഡ് സർവീസ് റൂള് അല്ലെങ്കിൽ KS ആൻഡ് SSR 1958 1958 എന്ന രീതിയിൽ പറയും. അത് കഴിഞ്ഞാൽ എന്താണ്? കേരള സർവീസ് റൂള് 1959 പാർട്ട് 1, 2, 3 വരുന്നുണ്ട്. അതുപോലെ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ, അപ്പീൽ റൂൾസ് 1960 ഉണ്ട്. കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങൾ വരുന്നുണ്ട്. കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. പെരുമാറ്റ ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ തരംതിരിക്കല്, അതുപോലെ നിയന്ത്രണവും അപ്പീലും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് കേരള സിവിൽ സർവീസ് ആണ്. അതുപോലെ കേരള പ്രൊവിഡന്റ് ഫണ്ട് നിയമം 1964 വരുന്നുണ്ട്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. സോ ഈ 6 റൂൾസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചിരിക്കണം. ഇതിൽ ഓരോ റൂളും നമ്മൾ എടുത്ത് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ നമുക്ക് ആരും ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബട്ട് ഈ ഒരു ക്ലാസ്സിൽ എത്രയാണോ പറ്റുന്നത് അത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓരോന്നിലേക്കായിട്ട് നമുക്ക് പോകാം അല്ലേ. ആദ്യം എന്താണ്? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളാണ്. എന്താണ്? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളാണ്. ഏതാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളിന്റെ വർഷം വരുന്നത്? 1958 ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ എന്തിനാണ് ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിനുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സംവരണ ചട്ടങ്ങൾ, സീനിയോറിറ്റി, പ്രൊമോഷൻ, ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിയമങ്ങൾ തുടങ്ങിയവയെ കൊള്ളുന്നൊരു റൂളാണ് അല്ലെങ്കിൽ റൂൾ ബുക്കാണ് കേരള സബോർഡിനേറ്റ് ആൻഡ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് രണ്ടും വന്നു അല്ലേ. കേരള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ക്ലാസ് A ക്ലാസ് B വന്നു, സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ക്ലാസ് C ക്ലാസ് D വന്നു. സോ ആ രീതിയിൽ നോക്കുമ്പോൾ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ 1958 ആദ്യമായിട്ട് അവിടെ വന്നു. ആ രീതിയിലൊന്ന് ഓർത്തേക്കണം. 1958 ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. എന്തിനാണ് കൊണ്ടുവന്നത്? കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുള്ള ആരും ആയിക്കോട്ടെ, അതിപ്പോൾ സ്റ്റേറ്റ് സർവീസ് ആയിക്കോട്ടെ, സബോർഡിനേറ്റ് സർവീസ് ആയിക്കോട്ടെ, എല്ലാ വിഭാഗം സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, അവരുടെ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട റൂൾസും കാര്യങ്ങളും, അവരുടെ സീനിയോറിറ്റി, അവരുടെ പ്രൊമോഷൻ, ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു? ആദ്യം ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 അല്ലെങ്കിൽ നമ്മളതിന് KS ആൻഡ് SSR ഫുൾ ഫോം ഇത് തന്നെയാണല്ലേ. ഫുൾ ഫോം എന്താണ്? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സ്റ്റേറ്റ് റൂൾ എന്ന രീതിയിൽ അതിന്റെ ഫുൾ ഫോം വരുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സംവരണ ചട്ടങ്ങൾ, സീനിയോറിറ്റി, പ്രൊമോഷൻ, ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു റൂൾ ബുക്കാണ് ഈ പറഞ്ഞ KS ആൻഡ് SSR എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 അനുസരിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂള് രൂപീകരിച്ചത്. വന്ന വർഷം ഓൾറെഡി പറഞ്ഞു, വർഷമൊക്കെ ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 1958 എന്ന് തന്നതുകൊണ്ട് അല്ലാതെ രീതിയിൽ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ ഏത് വർഷം വന്നു എന്ന് വെച്ചാൽ അത് 1958 ആ സമയത്ത് എന്തായാലും വർഷം തരത്തില്ല അല്ലേ. അതുപോലെ എന്താണ് ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളിന്റെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് ഈ റൂളിനെ നമ്മൾ എന്താണ് 3 ഭാഗങ്ങളായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന രീതിയിൽ 3 പാർട്സ് ആയിട്ട് എന്താണ് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ 3 പാർട്സിൽ ആദ്യം പറയുന്നത് എന്താണ്? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പൊതുവായുള്ള വിഷയങ്ങളാണ് പാർട്ട് 1 പറയുന്നത്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, അതുകൊണ്ടാണ് പൊതുവായ കാര്യങ്ങളാണ് പാർട്ട് 1 പറയുന്നത്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ 1958 പാർട്ട് 1 എന്താണ് പറയുന്നത്? പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 1 പൊതുവായ വിഷയങ്ങളും അവയുടെ നിർവചനം, ഡെഫിനിഷനും കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാർട്ട് 1. ഇനി എന്താണ്? ഇനി പാർട്ട് 2 വരുന്നത് ജനറൽ റൂൾസ് ആണ് അവിടെ വരുന്നത്. സർക്കാർ
ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പൊതുവായുള്ള നിയമങ്ങളാണ്. ഓക്കെ, ചട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പൊതുവായുള്ള സബ്ജക്ട്, ജനറൽ സബ്ജക്റ്റ് ആണ്. പൊതുവായുള്ള വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു. ഇവിടെ എന്താണ്, ഇവിടെ റൂൾസ് പറഞ്ഞു അല്ലെ, ജനറൽ ആയിട്ട് വരുന്ന റൂൾസ് ആണ് പറഞ്ഞത്. പൊതുവായുള്ള റൂൾസ് ആണ് പാർട്ട് 2 പറഞ്ഞു. ഓക്കെ, സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പൊതുവായുള്ള പല നിയമങ്ങളും കാര്യങ്ങളും. ഇനി അങ്ങോട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നിയമങ്ങളൊക്കെ കയറി വരും. അവരുടെ നിയമങ്ങളൊക്കെ പഠിച്ചിരിക്കണം. നമ്മൾ അങ്ങോട്ടേക്ക് പറയും നിയമങ്ങളും കാര്യങ്ങളും. സോ രണ്ടാമത്തെ പാർട്ട് 2 എന്താണ്, ജനറൽ റൂൾസും കാര്യങ്ങളാണ് ഭാഗം 2 പറഞ്ഞത്. ഇനി എന്താണ്, ഇനി ഭാഗം 3 പറഞ്ഞത് സ്പെഷ്യൽ റൂൾസ് ആണ്. ഇത് പൊതുവായുള്ള എല്ലാവർക്കും ഉള്ള റൂളാണെങ്കിൽ ഇത് ചില വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ റൂൾസ് ആണ്. സോ ഈ പറഞ്ഞതുപോലെ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂള് 1958 നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. പാർട്ട് 1 പ്രതിപാദിക്കുന്നത് പൊതുവിഷയങ്ങളും അവയുടെ ഡെഫിനിഷനുമാണ്. പാർട്ട് 2 സർക്കാർ ഉദ്യോഗസ്ഥർ പാലിച്ചിരിക്കേണ്ട പൊതുവായുള്ള നിയമങ്ങളാണ്, റൂൾസ് ആണെങ്കിൽ. പാർട്ട് 3 സ്പെഷ്യൽ റൂൾസിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു നിയമത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളുടെ നിർവചനവും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അത് ഏത് സെക്ഷനിലാണ് ഇവരുടെ നിർവചനം നൽകിയെന്ന് വെച്ചാൽ സെക്ഷൻ 2 ക്ലോസ് 14 ആണ്. എന്താണ് സെക്ഷൻ 2 ക്ലോസ് 14? പരീക്ഷയ്ക്ക് ചോദ്യം വരാം. സെക്ഷൻ 2 ക്ലോസ് 14 ഓഫ് KS ആൻഡ് SSR 1958 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ എന്താണ് അത്? സർക്കാർ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി, SC, ST, അതുപോലെ പിന്നാക്ക വിഭാഗങ്ങളുടെ നിർവചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. ഇനി എന്താണ്, ഇനി ടെമ്പററി ആയിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരെ കുറിച്ചുള്ള നിയമങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. സർക്കാർ വകുപ്പിലെ താൽക്കാലിക നിയമനങ്ങളെ പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 9. ഇതൊക്കെ സ്ലൈഡിൽ പറയും, ആ സമയത്ത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ നോക്കുന്നുള്ളൂ, എല്ലാമൊന്നും നമ്മൾ ചാടിക്കറി നോക്കുന്നില്ല. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. 2 സെക്ഷൻ പറഞ്ഞു. ഒന്ന് സെക്ഷൻ 2 ക്ലോസ് 14 ആണ്. 2 ക്ലോസ് 14 എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളുടെ നിർവചനം, ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. സെക്ഷൻ 9 സർക്കാർ വകുപ്പുകളിൽ താൽക്കാലിക ടെമ്പററി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ റൂൾസും കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ സെക്ഷൻ 19 ഉണ്ട്. ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ, പിരിച്ചുവിടൽ, പ്രൊബേഷൻ കാലയളവ് നീട്ടൽ, ഇതിനെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 19. ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. കേരളത്തിലെ സ്റ്റേറ്റ്, സബോർഡിനേറ്റ് തുടങ്ങി എല്ലാ വിഭാഗം സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, അപ്പോയിൻമെന്റ്, സംവരണവുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങൾ, അവരുടെ സീനിയോറിറ്റി എങ്ങനെ വേണം, പ്രൊമോഷൻ ഏത് രീതിയിൽ നൽകണം, ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് ആദ്യമായിട്ട് എഴുതി വെച്ചൊരു നിയമപുസ്തകമാണ് 1958 കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആൻഡ് സർവീസ് റൂൾ എന്ന് പറഞ്ഞ ഈ റൂള്. ഈ നിയമങ്ങൾ 1967 തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കേണ്ട, 1958 തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കേണ്ട, 1968 വന്ന കേരള പബ്ലിക് സർവീസ് ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം പിന്നീട് നിയമസാധുത ലഭിച്ചു. അതായത് 1958 ഈ പറഞ്ഞ റൂള് വന്നെങ്കിലും ഞാൻ ഇനി ഷോർട്ട് ചെയ്തിട്ട് KS ആൻഡ് SSR എന്ന് പറയാം. എനിക്ക് കേരള സ്റ്റേറ്റ് അതുപോലെ സബോർഡിനേറ്റ് സ്റ്റേറ്റ് റൂൾ എന്ന് പറഞ്ഞ് മതിയായി, അതുകൊണ്ടാണ് പറയുന്നത്. KS ആൻഡ് SSR റൂൾ എന്ന് പറയുന്നത്. KS ആൻഡ് SSR റൂൾ 1958 വന്നെങ്കിലും അതിന് നിയമസാധുത, സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നേഷൻ അതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ലഭിക്കുന്ന 1968 വളരെ പ്രധാനപ്പെട്ട കേരള പബ്ലിക് സർവീസ് ആക്ട് വന്ന സമയത്ത് അതിലൂടെയാണ് ഇതിന് നിയമസാധുത ലഭിക്കുന്നത്. അതിന്റെ സെക്ഷൻ 3 ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിൽ ചോദ്യം വരും. 1958 KS ആൻഡ് SSR ആക്ടിന് ഏത് വർഷമാണ് നിയമസാധുത ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് 1960 ഏത് നിയമത്തിലൂടെയാണ് നിയമസാധുത ലഭിച്ചതെന്ന് ചോദിച്ചാൽ 1960 കേരള പബ്ലിക് സർവീസ് ആക്ടിലൂടെയാണ് നിയമസാധുത ലഭിച്ചതെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. ഈ നിയമങ്ങൾക്ക് 1960 കേരള പബ്ലിക് സർവീസ് ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം പിന്നീട് എന്താണ് നിയമസാധുത ലഭിച്ചിട്ടുണ്ട്. ഈ നിയമത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരിലെ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളുടെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് 14 ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സെക്ഷൻ 2 ക്ലോസ് 14 എന്ത് പ്രതിപാദിക്കുന്നു? KS ആൻഡ് SSR 1958 സെക്ഷൻ 2 ക്ലോസ് 14 എന്താണെന്ന് വെച്ചാൽ അത് SC, ST അതുപോലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഡെഫിനിഷനാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇനി സർക്കാർ വകുപ്പുകളിലെ താൽക്കാലിക നിയമനങ്ങൾ, ടെമ്പററി അപ്പോയിൻമെന്റിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അത് KS ആൻഡ് SSR 1958 സെക്ഷൻ 9 ഇനി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സസ്പെൻഷൻ, അവരെ പിരിച്ചുവിടുന്ന കാര്യങ്ങൾ, പ്രൊബേഷൻ കാലയളവ് നീട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രതിപാദിക്കുന്നത്? ഏതിലൂടെയാണ്? സെക്ഷൻ 19 അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഇതിനെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? പാർട്ട് 1 പൊതുവിഷയങ്ങളും അവയുടെ നിർവചനവുമാണ് വരുന്നത്. ഈ ഒരു എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. സോ ജനറൽ റൂൾസും ജനറൽ റൂൾസ് അല്ല, ജനറലായിട്ട് വരുന്ന സബ്ജക്റ്റും അവിടെ നിർവചനമാണ്. പാർട്ട് 2 പൊതുചട്ടങ്ങളാണ്, ജനറൽ റൂൾസ് ആണ് വരുന്നത്. സർക്കാർ നിയന്ത്രണത്തിലോ ഉടമസ്ഥയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ കോർപ്പറേഷനിൽ, ബോർഡുകൾ, അത്തരത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിയമങ്ങൾക്കും ഈ പറയുന്ന പൊതുചട്ടങ്ങൾ ബാധകമാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, സർക്കാർ നിയന്ത്രണത്തിൽ, സർക്കാർ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള യൂണിവേഴ്സിറ്റീസ് വരും അല്ലെ, അതുപോലെ കോർപ്പറേഷൻസ് വരും,
ബോർഡുകൾ വരും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും അവർ ഈ പറയുന്ന ജനറൽ റൂൾസ് തീർച്ചയായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥരും എന്താണ് ഈ പറയുന്ന ജനറൽ റൂൾസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഇനി പാർട്ട് 3 വരുന്ന പ്രത്യേക ചട്ടങ്ങൾ, സ്പെഷ്യൽ റൂൾസ് തീർച്ചയായിട്ടും പ്രത്യേക വിഭാഗത്തിനാണല്ലേ. ഈ നിയമപ്രകാരം ഏതെങ്കിലും വിഭാഗം ജീവനക്കാരുടെ നിയമനത്തിന് ജോലിയുടെ സ്വഭാവം, ജോലിയുടെ യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ആവശ്യമായിരിക്കുന്ന പക്ഷം ആ വിഭാഗം ജീവനക്കാർക്ക് വേണ്ടി മാത്രം എന്താണ് സ്പെഷ്യൽ റൂൾസ് രൂപീകരിക്കാം എന്നൊരു പ്രൊവിഷൻ കൂടെ KSN-SSR 1958 എഴുതി വെച്ചിട്ടുണ്ട്. സോ മനസ്സിലായല്ലോ, KSN-SSR 1958 എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുള്ള, അതിപ്പോൾ സബോർഡിനേറ്റ് സർവീസ് ആവും, സ്റ്റേറ്റ് സർവീസ് ആവും, എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സംവരണ ചട്ടങ്ങൾ, സീനിയോറിറ്റി, പ്രൊമോഷൻ, ഉദ്യോഗസ്ഥരെ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ആ ഒരു നിയമമാണ് KSN-SSR 1958. അതിനെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചു അല്ലേ. അതിന് 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. പാർട്ട് 1 ആണ് പൊതുവിഷയങ്ങളും അവയുടെ നിർവചനവും. പാർട്ട് 2 ആണ് പൊതുചട്ടങ്ങൾ, ജനറൽ റൂൾസ്. അത് ജനറൽ റൂൾസ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, സർക്കാരിന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ ഉടമസ്ഥയിൽ വരുന്ന യൂണിവേഴ്സിറ്റികളായാലും കോർപ്പറേഷൻ ആയാലും ബോർഡുകൾക്കായാലും ഈ പറയുന്ന ആ ഒരു കാര്യം വരുന്നുണ്ട്. നിയമങ്ങൾ പാലിച്ചിരിക്കണം. ഇനി പ്രത്യേക ചട്ടങ്ങൾ ഗവൺമെന്റ് ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് മാത്രമാണ് ഈ ഒരു പ്രത്യേക ചട്ടങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി കേരള സർവീസ് റൂൾ 1959 ഭാഗം 1, 2, 3 1, 2, 3 ആണ്. പാർട്ട് 1, 2, 3 ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുകൂടെ നമുക്ക് ചർച്ച ചെയ്തിട്ട് ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് തന്നെ ആരംഭിക്കാം. സോ കേരള സർവീസ് റൂൾസ് 1959 അല്ലെ. കേരള സർവീസ് റൂൾ എന്ന് പറഞ്ഞ് 1959 മറ്റൊരു റൂൾ കൂടെ വരികയാണ്. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അവരുടെ ലീവ്, യാത്രാഭത്ത, പെൻഷൻ, അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന റൂളാണ് അല്ലെങ്കിൽ ആക്ട് ആണ് ഈ പറയുന്ന കേരള സർവീസ് റൂൾ പാർട്ട് 1, 2, 3 1959. 1959 വന്ന ഇതെന്താണ്? കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ലീവ്, യാത്രാഭത്ത, പെൻഷൻ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നു അല്ലെ. ഇതിനുള്ള പ്രത്യേകത, ഈ ഒരു റൂളിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിലെയും അതുപോലെ കൊച്ചിയിലെയും എന്താണ് ഭരണവ്യവസ്ഥയിൽ അന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ. സോ അവരെന്ത് ചെയ്തു? ഈ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒന്നിച്ച് ചേർത്തു അല്ലെ. സോ ഒന്നിച്ച് ചേർക്കുന്ന സമയത്ത് അവിടെ തിരുവിതാംകൂറിലെ വേറെ നിയമങ്ങളായിരിക്കും, ചിലപ്പോൾ കൊച്ചിയിലെ വേറെ നിയമങ്ങളായിരിക്കും. സോ രണ്ടുപേരെയും ചേർത്തിട്ട് എന്താണ് പുതിയ നിയമങ്ങൾ രൂപീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ രൂപീകരിച്ച നിയമമാണ് കേരള സർവീസ് റൂള് 1959 ഭാഗം 1, 2, 3. ഓൾറെഡി എന്തൊക്കെയാണ് അതിലെ പ്രൊവിഷൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ കേരള സംസ്ഥാനം നിലയിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്ത് കേരള സംസ്ഥാനത്തിന്റെ കീഴിൽ, പിന്നെന്താണ് കേരള സ്റ്റേറ്റ് എന്ന ഒറ്റ ലേബലാണ് വരുന്നത് 1956 ശേഷം. സോ കേരള സംസ്ഥാനത്തിന്റെ കീഴിൽ ഏകീകരിക്കാനായിട്ട് രൂപപ്പെടുത്തിയ ഏകീകൃത ചട്ടങ്ങൾ അടങ്ങിയ നിയമമാണ് കേരള സർവീസ് റൂള് 1959. മനസ്സിലായല്ലോ എന്തൊക്കെ ചേർത്തിട്ടാണ്? തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഉണ്ടായിരുന്ന ആ ഒരു ജോലിക്കാരെ ചേർത്തു അല്ലെ. തിരുവിതാംകൂർ പ്ലസ് കൊച്ചി ആ ഒരു ജോലിക്കാരെ ചേർത്തിട്ട് കോമൺ ആയിട്ട് റൂൾ കൊണ്ടുവന്നു. അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് റൂൾ കൊണ്ടുവന്നു. അതാണ് കേരള സർവീസ് റൂള് 1959 വരുന്നത്. ഇത് എന്ന് നിലവിൽ വന്നു എന്ന് വെച്ചാൽ ചാടി കയറിയിട്ട് 1956 നവംബർ 1 കണ്ടു കഴിഞ്ഞാൽ എഴുതരുത്. നവംബർ 1 മുതലുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും 1959 ഈ ഒരു ആക്ട് വന്നത്. അതുകൊണ്ട് 1951 നവംബർ 1 ഈ റൂൾ വന്നതെന്ന രീതിയിൽ ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരം തന്നെയാണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇതുപോലുള്ള അധികാരങ്ങൾ കൊണ്ടുവരുന്ന 309 പ്രകാരം തന്നെയാണ് അല്ലേ. സോ കേരള സർവീസ് റൂൾ നിലവിൽ വന്നതെന്നാണ് 1959 നവംബർ 1 ആണെങ്കിൽ പോലും അവിടെ പറയുന്ന ഒരു പ്രത്യേക പ്രൊവിഷൻ ഉണ്ട്. അതായത് 1956 നവംബർ 1 കേരളം രൂപീകരിച്ചു അല്ലെ. കേരളം സംസ്ഥാനം രൂപീകരിക്കുന്ന ആ ഒരു കാലയളവ് തൊട്ടിട്ട് നിയമനം നേടിയ എല്ലാ ഓഫീസർമാർക്കും ഈ ഒരു നിയമബാധകമാണെന്ന് പറഞ്ഞു. അതായത് 1956 നവംബർ 1 മുതൽ കേരള സംസ്ഥാന സർവീസിൽ നിയമനം നേടിയ എല്ലാ ഉദ്യോഗസ്ഥരും എന്താണ് ഈ പറയുന്ന നിയമത്തിന്റെ അണ്ടറിലായിരിക്കുമെന്ന രീതിയിൽ പറഞ്ഞു. ഇതിന് ഓൾറെഡി ഇവിടെ കൊടുത്തു. എത്ര ഭാഗമുണ്ടെന്ന് ഇനി ഞാൻ പറയേണ്ട. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഓരോ പാർട്ടും എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുകൂടെ നമുക്ക് സ്ലൈഡിൽ നോക്കാം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? സോ ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് KSN-SSR 1958 പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് രണ്ടാമത്തെ റൂളിലേക്ക് വരികയാണല്ലോ. രണ്ടാമത്തെ റൂൾ എന്താണ്? കേരള സർവീസ് റൂൾ KSR 1959 ആണ്. സോ കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ലീവ്, യാത്രാഭത്ത, പെൻഷൻ എന്നിവയെക്കുറിച്ചാണ് ഈ ഒരു നിയമം പ്രധാനമായിട്ട് പരാമർശിക്കുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്തിട്ട് എന്താണ് കേരള സംസ്ഥാനത്തിന് കീഴിൽ ഏകീകരിക്കുവാനായിട്ട് രൂപീകൃതമാക്കിയിട്ട് അല്ലെങ്കിൽ രൂപീകരിച്ച ഏകീകൃത ചട്ടങ്ങൾ അടങ്ങിയ നിയമാവലിയാണ് ഈ പറയുന്ന
KSR 1959. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 350 പ്രകാരം തന്നെയാണ് ഈ ഒരു നിയമം രൂപീകരിച്ചത്. ഇനി നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 കണ്ട് ചാടിക്കേറി എഴുതരുത്, കാരണം നമ്മളിവിടെ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ 1959 KSR വന്നതെന്ന് ഓൾറെഡി നമുക്കറിയാം. ആ ഒരു ഡേറ്റ് വർഷം തന്നെ ഓർത്തു വെച്ചാൽ മതി. 1959 നവംബർ 1 ബട്ട് അവിടെ പറയുന്ന ഒരു പ്രൊവിഷൻ എന്താണ്? 1956 നവംബർ 1 നിങ്ങൾ എന്താണ് കേരള സംസ്ഥാന സർവീസിൽ നിയമനം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിയമം ബാധകമാണ്. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു. 1956 നവംബർ 1 മുതൽ കേരള സംസ്ഥാന സർവീസ് നിയമനം നേടിയ എല്ലാ ഓഫീസർമാർക്കും ഈ പറയുന്ന നിയമം ബാധകമായിരിക്കും എന്ന് പറഞ്ഞു. ഈ നിയമത്തിൽ പ്രധാനമായിട്ട് എന്താണ് 3 ഭാഗങ്ങളായിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന് പാർട്ട് 1. അതെന്താണ്? അത് അവരുടെ ശമ്പളം, ലീവ്, വിദേശ സേവനം എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സേവനത്തിന്റെ പൊതുവായുള്ള വ്യവസ്ഥകൾ പറയുന്നുണ്ട്, അവരുടെ ശമ്പളം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരുടെ ലീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോയിൻ ചെയ്യുന്ന സമയം പറയുന്നുണ്ട്, അതുപോലെ വിദേശ സേവനം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രതിപാദിക്കുന്നത് ഭാഗം 1 ഇനി ഭാഗം 1 എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ചോദ്യം ഇങ്ങനെ വരാം. ടഫ് ചോദ്യം എന്ന ഇതിൽ ഇങ്ങനെ വരാം. KSR കേരള സർവീസ് റൂള് 1959 പാർട്ട് 1 എത്ര അധ്യായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 അധ്യായങ്ങളാണ്. ഇത് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ശമ്പളം, ലീവ്, വിദേശ സേവനം എന്നിവയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു അല്ലെ. സോ 11 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെടുന്ന ചട്ടങ്ങൾ, എത്ര ചട്ടങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, ചട്ടം ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, എത്ര ചട്ടങ്ങൾ റൂൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മുതൽ 159 വരെയുള്ള 1 to 159 റൂള് വരുന്നത് എന്താണ്? ഈ ഒരു റൂള് 1 to 159 വരുന്നത് ഈ പറയുന്ന അധ്യായം 11 പാർട്ട് 1 അതൊക്കെ എന്താണ്? ശമ്പളം, ലീവ്, വിദേശ സേവനം തുടങ്ങിയ കാര്യങ്ങളാണ് റൂളിൽ 1 to 159 പ്രതിപാദിക്കുന്നത്. ഇനി എന്താണ്? ഇനി പാർട്ട് 2 പറയുന്നുണ്ട് അല്ലെ. പാർട്ട് 2 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പാർട്ട് 2 യാത്രാഭത്തയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാർട്ട് 2 എന്താണ്? ഭാഗം 2 വരുന്നത് ആ യാത്രാഭത്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാർട്ട് 2 പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ യാത്രാ ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ 5 അധ്യായങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാഗം 1 മുതൽ 116 വരെയുള്ള എത്രയാണ്? റൂള് 1 to 116 വരെ മാത്രമാണ് എന്താണ് ഈ പറയുന്ന പാർട്ട് 2 ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുള്ളൂ. ഇനി പാർട്ട് 3 പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു. അത് 10 അധ്യായങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ 1 to 151 വരെയാണ്. 1 to 151 വരെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. പലതും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. സോ ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു, 2 റൂൾസ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂള് 1958 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം കേരള സർവീസ് റൂള് 1959 പറഞ്ഞു. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ലീവ്, യാത്രാഭത്ത, പെൻഷൻ. അതിൽ ശമ്പളവും ലീവ് എന്തിൽ പോയി? പാർട്ട് 1 പോയി. യാത്രാഭത്ത എന്തിൽ പോയി? പാർട്ട് 2 പോയി. അതുപോലെ തന്നെ പെൻഷൻ എന്തിൽ പോയി? പാർട്ട് 3 പോയി അല്ലെ. ആ രീതി കൂടെ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ആ ഒരു റൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ ഇതൊക്കെയായിരിക്കും ചോദ്യം വരിക. പാർട്ട് 1 11 അധ്യായങ്ങൾ ഏതൊക്കെ നിയമങ്ങൾ കവർ ചെയ്യുന്നു വെച്ചാൽ റൂള് 1 to 159 ആണ്. ശമ്പളം, ലീവ്, അതുപോലെ വിദേശ സേവനം. ഇനി പാർട്ട് 2 5 അധ്യായങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നു ചോദിച്ചാൽ പാർട്ട് 1 to 160 റൂള് 1 to 116 ആണ്. ഇനി പാർട്ട് 3 എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിക്കുന്നു വെച്ചാൽ റൂൾ 1 to 151 ആണ്. അതുകൂടെ ഒന്ന് ഓർത്തേക്കണം. ഇനി പറയുന്ന പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 2 ഒന്നിച്ചാണ് രൂപീകരിച്ചത്. ഇത് നിലവിൽ വന്നത് 1959 നവംബർ 1 ബട്ട് പാർട്ട് 3 എന്താണ്? പാർട്ട് 3 ഈ പറയുന്ന 1959 ആക്ട് വരുന്നതിന് മുൻപേ പാർട്ട് 3 പെൻഷൻ നിയമങ്ങൾ അവിടെയുണ്ട്. അതിവിടെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് 1956 നവംബർ 1 കേരള പിറവി ദിനത്തിലാണ് ഈ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നത്. 1956 നവംബർ 1 പെൻഷൻ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂള് 1958 പറഞ്ഞു. അതുപോലെ കേരള സർവീസ് റൂള് 1959 ഭാഗം 1, 2, 3 പറഞ്ഞു. ഈ 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ വന്ന ചോദ്യങ്ങൾ ഒരുവിധമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീൽ റൂൾസ് 1960 പറയാനുണ്ട്. അതുപോലെ കേരള സർക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 1960 നിയമം പറയാനുണ്ട്. അതുപോലെ കേരള പ്രൊവിഡന്റ് ഫണ്ട് നിയമം 1964 പറയാനുണ്ട്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 പറയാനുണ്ട്. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഡയസ്നോൺ നിങ്ങൾ കേട്ടില്ല. ഡയസ്നോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വാർത്തകൾ ചർച്ചയായിട്ട് കൊണ്ടിരുന്ന കാര്യമായിരുന്നു അല്ലേ. സോ അതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കണം അല്ലേ. ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ചർച്ച ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. സോ ആ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എന്താണ്
ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ, പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ടോ, അതുപോലെ തന്നെ മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ, പരമാവധി മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ പരമാവധി എക്സാമ്പിളൊക്കെ വെച്ച്, റിയൽ ലൈഫ് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ആ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥർ പറയുന്ന സമയത്ത് ഞാൻ പച്ചമഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ, അതൊക്കെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. സോ അത്തരത്തിൽ പരമാവധി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പരീക്ഷ ബൈഹാർട്ട് പഠിച്ചു പോവാതെ, എല്ലാ കാര്യങ്ങളും ബൈഹാർട്ട് പഠിച്ചു പോവാതെ, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഈ രീതിയിൽ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടതായിട്ട് തന്നെ നമുക്ക് വരും. സോ ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ട് പഠിക്കുക എന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിച്ചിരിക്കണം. ക്ലാസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സമയത്തെ മാറ്റം വരുത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി ഫാസ്റ്റാണ് ക്ലാസ്, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് സഹിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോയാൽ തീർക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മാർച്ചിൽ ഓൾറെഡി നമുക്കറിയാം, മാർച്ചിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ തീർക്കണമല്ലോ. നമുക്ക് LDCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാർച്ച് പകുതിയിലെങ്കിലും തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷനും എല്ലാത്തിനും സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ പോകും. ബട്ട് ഫാസ്റ്റായിട്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാത്ത രീതിയിലൊന്നും പറയത്തില്ല. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യം, ഇനി പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന കാര്യം, അല്ലെങ്കിൽ കേരള ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സിലബസിൽ പറയുന്ന കാര്യത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം. അക്കാഡമിക്സിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ എന്താണ്, അവിടെ ജസ്റ്റ് അഡ്മിൻ പാനലിൽ നോക്കിയിട്ട് എൻ്റെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്മിൻ എന്താണ് ഒന്ന് ടാഗ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് മെസ്സേജ് വരുന്ന സമയത്ത്, ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ഒരുപാട് മെസ്സേജ് വരും. ആ സമയത്ത് എന്താണ്, ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യം കാണില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്ന് ടാഗ് ചെയ്തിട്ട്, അഡ്മിൻ ഒന്ന് ടാഗ് ചെയ്തിട്ട് ചോദ്യം ചോദിച്ചാൽ മതി. ഉത്തരം കൃത്യമായിട്ട് തരും. അങ്ങനെ തന്നിട്ടുണ്ട്, ഇതുവരെ നമ്മൾ തരാറുണ്ട്. ഒരു കുട്ടി പോലും ആ രീതിയിൽ കംപ്ലയിൻറ്റും പറയാറില്ല. പ്രത്യേകിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആ ഒരു സമയത്ത് ഞാൻ കണ്ട ഉടനെ തന്നെ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ആ രീതിയിൽ ആ ഒരു ഫെസിലിറ്റി കൂടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ എവിടുന്ന് നിർത്തിയോ അവിടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കും. വീണ്ടും കാണാം. താങ്ക്